ഇതുപോലുള്ള റബ്ബർ റോളറിന് ഒരു മോട്ടർ സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് നിങ്ങൾ ഷീറ്റ് അടിച്ചെടുക്കുന്നത് എങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. ഞാൻ തന്നെയാണ് ഈ റബ്ബർ റോളറിന് മോട്ടർ സെറ്റ് ചെയ്തത്. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അന്ന് റബ്ബർ ടാപ്പിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഷീറ്റടിക്കുന്ന രീതിയും ഇതിൻ്റെ പ്രവർത്തനവും അതിൽ ഉൾപ്പെടുത്താതിരുന്നത്. എങ്ങനെയാണ് ഷീറ്റ് അടിച്ചെടുക്കുന്നത് എന്നും അതിനെപ്പറ്റി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ട് റബ്ബർ ഷീറ്റ് അടിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലുള്ള ഹോൾസിൽ ഓയിലും ഇതിൻ്റെ വലിയ ചക്രങ്ങളിലൊക്കെ ഗ്രീസും ഇട്ട് സെറ്റ് ചെയ്യണം. റബ്ബർ റോളർ നല്ല സ്മൂത്തായി വർക്കാവാൻ വേണ്ടിയാണ് ഇതുപോലെ ഓയിലും ഗ്രീസും കൊടുക്കണം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് റബ്ബർ റോളറിന് ഇതുപോലുള്ള മോട്ടർ സെറ്റ് ചെയ്തതിന് ശേഷം ഷീറ്റ് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പേടിയുണ്ടാവും. കാരണം നല്ല സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ഷീറ്റൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ മോട്ടർ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഷീറ്റൊക്കെ അടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലുള്ള ഒരു പലക നിർബന്ധമായും നമ്മൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഷീറ്റ് വെച്ചതിന് ശേഷം മെല്ലെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതിയാകും. ഒരു കാരണവശാലും ഇതിൻ്റെ അകത്തേക്ക് കൈ ഇടാൻ പാടുള്ളതല്ല. ആദ്യമൊക്കെ ഷീറ്റ് ഇതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോകില്ല. ഷീറ്റ് അടിച്ചടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഷീറ്റ് ഇതിനകത്ത് കുടുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുടുങ്ങിപ്പോകുന്നത് കൊണ്ട് സ്ഥിരമായി വെള്ളം വീഴാനുള്ള ഒരു പൈപ്പ് ഇതിൻ്റെ മുകളിൽ ആൾക്കാർ സെറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല. ഇതിന് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ രണ്ടാമത്തെ ഷീറ്റ് ഞാൻ ഇടുന്ന സമയത്ത് ഇത് കുടുങ്ങിപ്പോകുന്നുണ്ട്. ഇതാണ് കുടുങ്ങിപ്പോയത്. അവിടെ പോയി ഒരു പലകയിൽ തട്ടി വീണ്ടും താഴേക്ക് തന്നെ വീണു. ഒരുപാട് ഷീറ്റൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള മോട്ടർ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഷീറ്റൊക്കെ അടിച്ചു തീർക്കാം. ഇപ്പോൾ ഷീറ്റിൻ്റെ ഫിനിഷിംഗ് വർക്കായ അച്ചിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഇതുപോലുള്ള പലക സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഇതുപോലെ ഗ്യാപ്പ് ഇടാൻ പാടുള്ളതല്ല. ഷീറ്റ് ഇതിൻ്റെ അടിയിലൂടെ വന്ന് ഇവിടെ മൊത്തം കുടുങ്ങിപ്പോകും. ഇതുപോലെ പലക അടുപ്പിച്ച് സെറ്റ് ചെയ്യണം. ഈ പലക സെറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഷീറ്റ് കറങ്ങി ഇവിടെ തട്ടി കുടുങ്ങിപ്പോകാതെ താഴത്തേക്ക് തന്നെ വീഴുന്നത്.